നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വോയ്ചെക് ഷെസ്നി അടുത്ത സീസണിൽ FC ബാഴ്സലോണയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് FC ബാഴ്സലോണ കോൺട്രാക്റ്റ് ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഒരു ഫൈനൽ തീരുമാനം പറഞ്ഞിട്ടില്ല. തൻ്റെ ഫാമിലിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു, വെർബൽ എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വോയ്ചെക് ഷെസ്നിയും FC ബാഴ്സലോണയും തമ്മിൽ. പുതിയ കോൺട്രാക്റ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഒരു വർഷത്തേക്ക് അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. അടുത്ത വർഷം FC ബാഴ്സലോണയുടെ 2ാം നമ്പർ ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം ഉണ്ടാകും. അതായത് മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ മടങ്ങി വന്നതുകൊണ്ട് ടെർ സ്റ്റെഗൻ തന്നെയായിരിക്കും നമ്പർ 1 ഗോൾ കീപ്പർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പറുടെ റോളിൽ ഷെസ്നി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. ഫബ്രിസിയോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്, വെർബൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ വോയ്ചെക് ഷെസ്നി ആൻഡ് ബാഴ്സ ഓവർ ന്യൂ കോൺട്രാക്റ്റ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. ചെറിയ ചില ഡീറ്റെയിൽസ് കൂടി ആണ് ഇനി തീരുമാനിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ ഷെസ്നിയുടെ ഫൈനൽ ഗ്രീൻ ലൈറ്റ് ലഭിക്കും. ദെൻ പെൻ ടു പേപ്പർ ടു എ ഡീൽ വാലിഡ് അണ്ടിൽ ജൂൺ 2026 എന്നാണ്. 2026 ജൂൺ മാസം വരെ ആയിരിക്കും. അതായത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനായിരിക്കും നടക്കുക. സോ ഫ്ലിക്കിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ട്. ഡീൽ വളരെ ക്ലോസ് ആണ്. സംഗതി നടക്കാൻ പോകുന്നുവെന്ന് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് സ്പാനിഷ് മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബാഴ്സയുടെ 2nd ഗോൾ കീപ്പറായിട്ടായിരിക്കും അടുത്ത വർഷം ഷെസ്നി ഉണ്ടാവുക. ഏതായാലും ബാഴ്സ ആരാധകർക്ക് സന്തോഷമുള്ളൊരു വാർത്തയാണിത്. ഇത്തവണ പൊളിച്ചടുക്കിയ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.